ഹലോ ഗേയ്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ഗ്രീൻ പീസിൻ്റെ കറി കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗമാകും. കാരണം എന്താ വെച്ചാൽ രാവിലെ തന്നെ നമ്മൾ പെട്ടെന്ന് കടിപിടി കിട്ടിയാണ് എല്ലാം ഉണ്ടാക്കാമല്ലോ, അർജൻറ്റായിട്ട് കുട്ടികളെ സ്കൂൾക്ക് വിടാനും മദ്രസക്ക് പറഞ്ഞേക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് എങ്ങനെയാണ് ഗ്രീൻ പീസിൻ്റെ കറി ഉണ്ടാക്കാൻ നോക്കട്ടോ. ചതക്കാനും പിടിക്കാനൊന്നുമില്ല, ഒക്കെ ഉള്ളത് അരിഞ്ഞ് വെച്ചിട്ട് ഇട്ടുകൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് തലേന്ന് വെള്ളത്തിലിട്ടാണ്ട് കുതിർത്തുകൊണ്ട് കഴുകി വെച്ചതാണ്ടത്. അപ്പോൾ നമുക്കിത് കുക്കർക്ക് ഇടട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ക്യാരറ്റ് വേണമെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ എൻ്റെ അടുത്തൊരു കഷ്ണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തതാണ് കേട്ടോ, ഹെൽത്തി അല്ലേ. പിന്നെ ഒരു വല്യുള്ളി, പിന്നെ വെളുത്തുള്ളി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ കടല, പരിപ്പ്, ചെറുപയർ അങ്ങനത്തെ നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിലും ഈ വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഗ്യാസ് ഉള്ളവർക്ക് അതിൻ്റെ പ്രോബ്ലം പോയി കിട്ടും കേട്ടോ. ഗ്യാസിന് നമ്മളെ വയറ് വീർക്കുക, സ്തംഭനം വരിക, അങ്ങനത്തെ വിഷയങ്ങളൊന്നും ഉണ്ടാവില്ല. ഗ്യാസായിട്ടുള്ള വിഷയങ്ങൾ പോകട്ടോ ഈ വെളുത്തുള്ളി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ. പിന്നെ ഇത് ചെറുള്ളിയാണ്, ഇതൊക്കെ പെടണ്ട. ഇത് നമ്മൾ കറി വെന്തതിന് ശേഷം തൂമ്പിക്കുമ്പോഴാണ് ഇടുക. പിന്നെ പച്ചമുളക് കാണുമ്പോൾ ചുവന്തമുളക് കാണുമ്പോൾ നിങ്ങൾ കരുതും ഉണക്കമുളകാണ്. ഉണക്കമുളകല്ല കേട്ടോ, അത് ഇതിനിപ്പോൾ ഒരു 30 വയസ്സാണ്, ഇതിനൊരു 60 വയസ്സായിരിക്കണമെന്നുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ചുവന്നതാണ് കേട്ടോ, മറ്റേത് ഉണക്കമുളകല്ലേ. അപ്പോൾ ഇത് ചുവന്ന മുളക് തന്നെയാണ്. പച്ചമുളക് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ട് അതിൽ ചുവന്നതാണ് കേട്ടോ, അല്ലാതെ ചുവന്ന മുളക് ഉണക്കമുളക് എടുക്കണ്ട, പച്ചമുളക് തന്നെ. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇടട്ടോ. അപ്പോൾ നമ്മൾ കടല ഇതിലിട്ടു കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് വല്യുള്ളി ഇടട്ടോ. വല്യുള്ളി, പിന്നെ ക്യാരറ്റ്, വെളുത്തുള്ളി, പച്ചമുളക് നമ്മൾ നടുകൊന്ന് വരഞ്ഞ് കൊടുക്കണം കേട്ടോ. അപ്പോൾ പച്ചമുളക് ഇനി വേണ്ടത് കറിവേപ്പില ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് ഞാനിപ്പോൾ ഇടില്ല, കാരണം എനിക്ക് അങ്ങനെ ഇടുന്ന ഇഷ്ടമല്ല. ഞാൻ തൂമ്പിക്കുമ്പോഴുള്ളത് ഇടുക കേട്ടോ. അപ്പം ഇനി പാകത്തിന് മഞ്ഞൾപ്പൊടി കേട്ടോ. ഇതിക്ക് ഞാൻ വെറും പച്ചമുളകും മഞ്ഞളിൻ്റെ പൊടി മാത്രമേ ഇടലുള്ളൂ. എരിവിനായിട്ട് നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അപ്പോൾ പിന്നെ മുളകും പൊടിൻ്റെ ആവശ്യമില്ലല്ലോ. മല്ലിപ്പൊടി ഇടില്ല കേട്ടോ. ഇനി പാകത്തിനുള്ള ഉപ്പിടാം. പാകത്തിനുള്ള ഉപ്പിടുന്നുണ്ട് കേട്ടോ. എത്രയാണ് നമ്മൾ വെക്കണ കറി എത്രയാണ് ചെയ്യുക അതിനനുസരിച്ചിട്ടുള്ള ഉപ്പിടുക കേട്ടോ. ഇനി നമുക്ക് പാകത്തിനുള്ള വെള്ളം പോരും കേട്ടോ. അപ്പോൾ നമുക്ക് എത്രയാണോ കറി വേണ്ടിച്ചെങ്കിൽ നമ്മളെ കടല എന്താണെങ്കിലും ഓരോന്നിനും ഓരോ വേവ് ഉണ്ടല്ലോ. കടലക്കാണെങ്കിലും പരിപ്പിനാണെങ്കിലും ചെറുപയറിനാണെങ്കിലും ഒക്കെ. അപ്പോൾ നമ്മൾ ആ വേവിനനുസരിച്ചിട്ടും നമുക്ക് കറിക്ക് ഉള്ള പാകത്തിനനുസരിച്ചിട്ടും നമുക്ക് എത്രയാണോ വേണ്ടിച്ചെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ട് വെള്ളം പാരും കേട്ടോ, വേവാൻ കണ്ടുകൊണ്ട്. അപ്പോൾ ആ വെള്ളമൊക്കെ പാർന്ന് റെഡിയാക്കി ഇനി കുക്കർ അടച്ചിട്ട് നമുക്ക് തീമൽ വെക്കാം കേട്ടോ. കുക്കറിന് ചെറുതായിട്ട് വാലൊന്ന് പൊട്ടിക്കണ, ഇത് കുഴപ്പമൊന്നുമില്ല, കൂക്കലിൻ്റെ ഒരു കുറവില്ല കേട്ടോ. അതിൻ്റെ കയ്യിൽ നിന്നൊന്ന് ചാടിയതാണ്. അതൊക്കെ എല്ലാവരോടെയും ഇങ്ങനെ കണ്ടു. ഇത് കുഴപ്പമൊന്നുമില്ല. ഇത് മുറുക്കിയിട്ട് നമ്മൾ ശരിക്കും അടച്ചിട്ട് വെക്കണം എന്ന് പറയും. അപ്പോൾ ഗേസ് ഇത് കുറേ നേരം ഇടോ വിസിൽ വരുന്നേ. അപ്പോൾ വേവാൻ കണ്ടുകൊണ്ടുള്ള വിസിൽ. അപ്പം ഇനി നമുക്കിത് ഓഫാക്കട്ടോ. അപ്പോൾ നമ്മൾ കടലക്കറിയൊക്കെ വിസിലൊക്കെ അടിച്ച് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലേസായി 2 കയ്യിലെടുത്തുകൊണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിന് കേട്ടോ. ഇത് നമ്മൾ എന്താ ചെയ്യണമെന്ന് അറിയോ, കറിക്കൊരു കുറുകലും ഒരു ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഈ മിക്സിൻ്റെ ചെറിയ ജാറിലിട്ടുകൊണ്ട് ഒന്ന് കേട്ട് അടിച്ചെടുക്കട്ടെ കേട്ടോ. നമ്മൾ ആ കറിക്ക് പാരാനുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ അരച്ചത് ഇതിലേക്ക് ഇടുക കേട്ടോ. അരപ്പ് ഫുള്ളായിട്ട് ഇതിൽ നമ്മൾ ഇട്ടാളൊന്ന് ഇളക്കുക. എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം വരും കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് കേട്ടോ. അപ്പോൾ അത് ഉഷാറായിട്ട് തിളച്ച് വന്നിക്കണ്. അപ്പോൾ ഇനി സിമ്മാക്കിയിട്ട് നമുക്കിതൊന്ന് വാങ്ങി വെച്ചിട്ട് ഇനി കറി തുമ്പിക്കാളെ ചട്ടി തീമാക്കട്ടോ. വെളിച്ചെണ്ണ കേട്ടോ.
അപ്പോൾ എണ്ണ ചൂടായി, നമുക്ക് ചെറിയ ഉള്ളി ഇടാം. ഇതൊന്ന് വഴണ്ടി വെക്കട്ടോ, ഒന്ന് മൂക്കാൻ കേട്ടോ നല്ലോണം, ഒരു ബ്രൗൺ കളറാവണം. അപ്പോൾ ഇത് ബ്രൗൺ കളറായിരിക്കും കേട്ടോ. ഇനി നമ്മൾ വൃത്തിയായി കഴുകി വെച്ച കറിവേപ്പിൻ്റെ ഇല വീട്ടിടുക. നമുക്ക് ഇതിലേക്ക് ഒഴിക്കട്ടോ. കടലക്കറി ഒഴിച്ചു കൊടുക്കാം. ലേശം ഇതിക്കുന്ന പാകത്തിൽ ഇങ്ങനെ വെച്ചാൽ എണ്ണ പിടിക്കുന്ന കൂടിട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളെ ടേസ്റ്റി കടലക്കറി റെസിപ്പി റെഡി ആയിട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിക്കട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു സിമ്പിൾ വീഡിയോ ആയിട്ട് ഞാൻ വരും. അസ്സലാമു അലൈക്കും.